കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഇതൊന്നും ശ്രീക്കറിയില്ല. അവള് കരുതി വെച്ചിരിക്കുന്നത് അവളവനെ തേച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി എന്നാണ്. അവൻ പറഞ്ഞു കഴിഞ്ഞത് നീത് അത്ഭുതത്തോടെ നോക്കി. ഇതൊക്കെ അവൾക്ക് പുതിയ അറിവായിരുന്നു. നീ എന്താടി ഇങ്ങനെ നോക്കുന്നേ? ശ്രീയോടെന്ന മധുരയെക്കുറിച്ചുള്ള സത്യം പറഞ്ഞൂടെ? എൻ്റെ നീതു, അവളുടെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടാ. അവൾ ആ സംഭവത്തിൻ്റെ തായ്വേർ വരെ തേടിപ്പോകും. അമ്മാതിരി സാധനമാണത്. ശരത്ത് പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് നീതു ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോയി. നീതു പോയത് ശരത്ത് ഫോൺ എടുത്തൊരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു. ഹലോ, എന്താ സർ? കോള് കണക്റ്റ് ആയതും ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും ഒരു ആൺ ശബ്ദം മുഴങ്ങി. ആ നിർമ്മൽ, എനിക്ക് ഉടനെ തന്നെ MLA ദേവരാജിൻ്റെ PA അശോകിൻ്റെ ഡീറ്റെയിൽസ് വേണം. പിന്നെ ഇതൊന്നും മറ്റാരും അറിയരുത്. ഓക്കെ സർ, ഓക്കെ. കളക്ട് ചെയ്തിട്ട് സാറിന് ഞാൻ ഉടനെ ഇൻഫോം ചെയ്യാം. ശരത്ത് സമാധാനത്തോടെ ഫോൺ കട്ട് ചെയ്ത് ഉറങ്ങുന്ന മിത്തുവിനോട് ചേർന്ന് കിടന്നു. വണ്ടിയിൽ നിന്നും കത്തിയും വടിയൊക്കെയായി ഇറങ്ങി വരുന്ന തടിമാടന്മാരെ കണ്ടതും ശ്രീ പേടിയോടെ ശിവയുടെ തോളിൽ മുറുകെ പിടിച്ചിരുന്നു. ശ്രീ ഇറങ്ങ്. വളരെ ശാന്തമായിരുന്നു അവൻ്റെ ശബ്ദം. വേണ്ട, നമുക്ക് പോകാം. മര്യാദയ്ക്ക് ഇറങ്ങടി. ശിവ ദേഷ്യത്തിൽ പറഞ്ഞും ശിവ വേഗം ഇറങ്ങി ഒരു സൈഡിലേക്ക് മാറി നിന്നു. ഈ റോഡെന്താടാ നിന്റെയൊക്കെ തന്തയുടെ വകയാണോടാ പുന്നാറ മക്കളെ? എടുത്ത് മാറ്റോ നിന്റെ വണ്ടി. ശിവദേശത്തിൽ അവരോട് പറഞ്ഞു. ആ സാറ് നല്ല ചൂടിലാണെന്ന് തോന്നല്ലോ. അല്ല സാറേ, ഇതാരാ? ഭാര്യയാണോ അതോ സെറ്റപ്പാണോ? സ്ത്രീയെ നോക്കി ഒരുത്തൻ വഷളം ചിരിയോടെ ചോദിച്ചതും നിമിഷ നേരം കൊണ്ട് തന്നെ അവൻ ശിവയുടെ ഉരുക്കുള്ള ചവിട്ടേറ്റ് തെറിച്ചു വീണിരുന്നു. നോക്കി നിൽക്കാതെ വന്ന കാര്യം തീർക്കാൻ നോക്കടാ. ശിവന്റെ ചവിട്ടേറ്റ് വീണവന് നെഞ്ച് തടവിക്കൊണ്ട് കൂട്ടാളിയോട് ആക്രോശിച്ചു. അയാളുടെ അലർച്ച കേട്ടതും എല്ലാവരും കൂടെ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. നിമിഷ നേരം കൊണ്ട് തന്നെ എല്ലാവരെയും ശിവ അടിച്ചമർത്തി. നിന്നേക്ക് എനിക്ക് നേരെ പറഞ്ഞു വിട്ട നിന്റെ ഏമാമാരോട് പോയി പറഞ്ഞേക്ക്. അവർക്കെല്ലാവർക്കും ഈ ശിവന്റെ നേരെ ചെറുവിരൽ പോലും മാനക്കാൻ പറ്റില്ലെന്ന്. വീണ് കിടക്കുന്ന ഒരുത്തന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അതും പറഞ്ഞ് തിരിഞ്ഞതും നിലത്ത് കിടന്ന ഒരുവൻ ശിവ കാണാതെ എഴുന്നേറ്റ് പുറകിൽ നിന്ന് കുത്താൻ നിന്നതും അതിനു മുമ്പേ ശക്തമായ പ്രഹരമേറ്റ് നിലത്തേക്ക് വീണിരുന്നു. ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയ ശിവ കാണുന്നത് ഒരു തരി കഷ്ണവും പിടിച്ചു നിൽക്കുന്ന സ്ത്രീയാണ്. ഞാനും കുറെ പടക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടവൻ്റെയൊക്കെ കാശ് കടം വാങ്ങി കീശയിൽ വെക്കും. എന്നിട്ട് ആ കാശ് തിരികെ ചോദിക്കുമ്പോൾ കാശിക്ക് പോകാൻ പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് 8ആയി മടക്കി അങ്ങ് മടികുത്തിന് താഴെ വെച്ചാൽ മതി. ഇത് മുതൽ വേറെയാ. സ്ത്രീ വീണ് കിടക്കുന്നവനെ നോക്കി മമ്മൂക്ക സ്റ്റൈലിൽ സിനിമ ഡയലോഗ് കാച്ചി. എടീ. ആ വീണ് കിടന്നവൻ വിളിച്ചതും സ്ത്രീ അയാളുടെ നെറുന്തല നോക്കി ഒന്നുകൂടെ വെച്ചു കൊടുത്തതും അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. എടാ തടിയാ, അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവളായി ഞാൻ. ആ എന്നെ നീ ടൂർണമെന്റിന് ഇറക്കിയതായിരുന്നു. ആ നീ എന്നെ ഇറക്കി. നിനക്ക് പൊണ്ടാട്ടിയും കുളന്തങ്ങയും പാക്കണമെന്ന മര്യാദ തിരുമ്പിപ്പോ. ഭവാനി കൊല്ലക്കാട്ടിലിരിക്ക്, കൊല്ലാമ വിടമാട്ടെ. സ്ത്രീ കയ്യിലുള്ള തടികഷ്ണം വലിച്ചെറിഞ്ഞ് പറഞ്ഞതും അയാളൊന്ന് അനങ്ങിയതും അവൾ പേടിയോടെ ഓടിപ്പോയി ശിവയുടെ പിറകിലൊടിച്ചു. നീ എന്തിനടി അവനടിച്ചേ? എന്താ ഞാനടിച്ചാ? നിങ്ങൾക്ക് മാത്രം അവരെ അടിക്കാനും അവരുടെ മുന്നിൽ ഡയലോഗ് അടിക്കാനൊക്കെ പറ്റൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഡയലോഗ്? മമ്മൂക്കയുടെ പുതിയ ഷൈലോഗ് എന്ന മൂവിയിലായിരുന്നു. ഇപ്പോഴാണ് ഈ ഡയലോഗ് എനിക്ക് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയത്. ശ്രീ പറയുന്നത് കേട്ട് അവനിത് എന്തിൻ്റെ കുഞ്ഞോ എന്തോ എന്ന രീതിയിൽ നോക്കി നിന്നു. ശ്രീ, ആവശ്യമില്ലാത്ത ശത്രുക്കൾ ഉണ്ടാക്കാൻ നോക്കണ്ട. ശത്രുക്കൾക്ക് ഈ സ്ത്രീക്ക് പുല്ലാണ്. യു നോ ഐ ആം എ ബിഗസ്റ്റ് ഗുണ്ടയാണ്. മനസ്സിലായില്ലല്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. ഞാനൊരു അധോലോക ഗുണ്ടിയാണ് മിസ്റ്റർ ശിവനാഥ് രാമൻ. അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം വെറും ഗ്രാസാണ്. സ്ത്രീ വലിയ ആളുകളെ പോലെ അതും പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് വീണ്ടും കുറേ വണ്ടികൾ അവിടെ വന്നു നിന്നത്. അതിൽ നിന്നും ഇറങ്ങി വരുന്ന ആളുകളെ കണ്ടതും സ്ത്രീ പിന്നെ ഒന്നും നോക്കാതെ ശിവന്റെ കയ്യും മുറുകെ പിടിച്ച് മുന്നിൽ കണ്ട ഊടുവഴിയിൽ കൂടി ഓടി. ശിവ കുറെ കൈപിടിക്കാൻ ശ്രമിച്ചെങ്കിലും സ്ത്രീ പിടുത്തമയക്കാതെ വേഗത്തിൽ തന്നെ മുന്നിൽ കണ്ട ഇരുട്ട് വീണ് തുടങ്ങിയ വഴിയിലൂടെ ഓടി. ഓടിക്കുഴങ്ങിയതും ശ്രീ ശിവന്റെ കൈ വിട്ട് കൈകൾ കൊണ്ട് മുട്ടുകാലിൽ പിടിച്ച് കിതപ്പടക്കി. എന്തിനടിപ്പില്ല നീ എന്നെ വലിച്ചിട്ട് ഓടിയത്? അത് പിന്നെ അല്ല, നീയല്ലേ കുറച്ചു നേരം മുമ്പ് വലിയ ഡയലോഗ് അടിച്ചത്? നിനക്ക് ആരെയും പേടിയില്ലെന്നോ? നീ വലിയ ആദോലോകാണെന്നൊക്കെ. ഈ കാലമാണ് എനിക്കിട്ട് വാരം പാട്ടി തെണ്ടി എനിക്കിട്ട് വാരുന്ന കണ്ടില്ലേ? അത് പിന്നെ അവരൊക്കെ കാണുമ്പോൾ ഞാൻ പേടിച്ചു. അവരെങ്ങനെ നമ്മളെ കൊന്നാലോ? തനിക്ക് മരിക്കുന്നതിൽ പേടി ഉണ്ടാകില്ല. പക്ഷേ എനിക്ക് കുറേ കാലം കൂടി ജീവിക്കണം. എൻ്റെ അച്ഛനെ നോക്കി ഞാൻ മാത്രമേ ഉള്ളൂ. അതാ തന്നെയും കൊണ്ട് ഓടി. അതിന് നിനക്ക് ഒറ്റയ്ക്ക് ഓടിയാൽ പോരായിരുന്നു. ആഹാ, എന്നിട്ട് അവരൊക്കെ കൂടി അവിടെ നിന്നെ കൊല്ലാൻ. എന്നെ കൊന്നാലും നിനക്കെന്താ?
പിന്നെ അത്ര പെട്ടെന്നൊന്നും ആർക്കും എന്നെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഓവർ കോൺഫിഡൻസ് വേണ്ട. പിന്നെ തന്നെയും വലിച്ചോണ്ട് ഓടിയത് താനിപ്പോൾ എൻ്റെ ഭർത്താവാ. താനെങ്ങാനിപ്പോൾ തട്ടിപ്പോയാ ഞാൻ വെള്ളസാരി എടുത്ത് വിധവേഷവും കെട്ടി നാമവും ജപിച്ച് ഇരിക്കേണ്ടി വരും. എനിക്കിപ്പോൾ അതിനൊന്നും താല്പര്യമില്ല. 1 വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് ഒന്ന് കൈ കിട്ടിയിട്ട് താൻ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. എനിക്കിനിയും സുഖസുന്ദരമായിട്ട് ജീവിക്കണം. ശിവനോടൊന്നും പറഞ്ഞ് ശ്രീ സ്ലോ മോഷനിൽ തിരിഞ്ഞു നടന്നതും കല്ലിൽ തട്ടി താഴേക്ക് ഉരുണ്ടടിച്ച് സൈഡിലൂടെ ഒഴുകുന്ന പുഴയിലേക്ക് വീണു. ഒരു നിമിഷം ശിവ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. വെള്ളത്തിൽ മുങ്ങിത്താന്ന് ഒഴുകി ഒലിച്ച് പോകുന്ന ശ്രീയെ കണ്ടതും അവൻ മറുത്തൊന്നും ആലോചിക്കാതെ വെള്ളത്തിലേക്ക് എടുച്ചാടി. വെള്ളത്തിൽ നല്ല അടിയൊഴുക്കുണ്ടെങ്കിലും അവൻ എങ്ങനെയൊക്കെയോ അവളുടെ അടുത്തേക്ക് നീന്തിയെത്തി അവളെ തൻ്റെ കൈക്കുള്ളിലാക്കി മുന്നോട്ട് നീന്തി. പതിയെ ശ്രീയെയും കയ്യിൽ കോരിയെടുത്ത് ചുറ്റും നോക്കിക്കൊണ്ട് അവൻ വെള്ളത്തിൽ നിന്ന് കയറി തൻ്റെ കയ്യിൽ ബോധം പാഞ്ഞ് കിടക്കുന്ന ശ്രീയെ പുൽത്തിട്ടയിലേക്ക് കിടത്തി. ശ്രീ ശ്രീ അവൻ അവളുടെ കാവളിൽ തട്ടി പിടിച്ച് നോക്കിയെങ്കിലും അവളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. അതവനെ ഭയത്തിലാഴ്ത്തി. പെട്ടെന്ന് അവൻ അവളുടെ വയറിൽ അമർത്തി ഞെക്കിയതും അവളുടെ വായിൽ കൂടി വെള്ളമെല്ലാം പുറത്തേക്ക് വന്നു. വെള്ളമൊക്കെ പോകുന്നതും ശ്രീ ചുമച്ചുകൊണ്ട് പതിയെ കണ്ണു തുറന്നു. നന്ദു, ആർ യു ഓക്കെ? ശ്രീ കണ്ണുകൾ തുറന്നതും ശിവ പപ്പളത്തോട് അവളുടെ കൈയിൻ്റെ ഉള്ളിനടിയിൽ തിരുമ്മി കൊടുത്തുകൊണ്ട് ചോദിച്ചു. ശിവയുടെ നന്ദു എന്ന വിളിയിൽ ഒരു നിമിഷം അവൾ കുരുങ്ങിപ്പോയി. കാലങ്ങൾക്ക് ശേഷം ആ പേര് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതോടൊപ്പം മനസ്സിൽ സങ്കടമോ ദേഷ്യമോ സന്തോഷമോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വികാരങ്ങൾ അവളെ വന്ന് മൂടി. പക്ഷെ അപ്പോഴും ഒന്നുറപ്പായിരുന്നു അവൾക്ക്, ഇപ്പോൾ അറിഞ്ഞുകൊണ്ടല്ല അവൻ ആ പേര് വിളിച്ചതെന്ന്. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? ഞാനും ഓക്കെയാണ്. കണ്ണുകൾ തുടച്ച് പതിഞ്ഞ ശബ്ദത്തിൽ അത് പറഞ്ഞതും ശ്രീ പതിയെ കൈകൾ കുത്തി എഴുന്നേറ്റിരുന്നു. നമ്മളിത് എവിടെയാ? കുറച്ചു നേരം കഴിഞ്ഞതും ചുറ്റുപാടും കാടുപോലെ മൂടപ്പെട്ട ഇടം കണ്ട് ശ്രീ ചോദിച്ചു. അങ്ങ് അമേരിക്കയിൽ. ശിവൻ നനഞ്ഞൊട്ടിയ ഷർട്ട് ഊരി പിഴിഞ്ഞിട്ട് ഒരു മരത്തിൽ ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു. അമേരിക്കയിലോ? ഇത്ര പെട്ടെന്നൊക്കെ അമേരിക്കയിൽ എത്തുമോ? കുറച്ച് ബുദ്ധിയുണ്ടെങ്കിലും മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു. ശിവദേശത്തിൽ പല്ല് കടിച്ചു. അതെ, എനിക്ക് വീട്ടിൽ പോകണം. ഇതിന് നേരെ പോയാൽ വീട്ടിലെത്തും. നീ പൊക്കോ. താൻ കളിയാക്കണ്ട, ഞാൻ പോകും. ശ്രീ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലൊന്ന് പോടി. ശിവ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീ അവനെ ഒന്ന് നോക്കി കണ്ണു കൂർപ്പിച്ച് അവിടെ നിന്ന് മുന്നിൽ കണ്ട വഴിയിലൂടെ നടന്നു. ശ്രീ പോകുന്നത് നോക്കി മുടിയിൽ വിരൽ കോർത്തുകൊണ്ട് ശിവൻ കണ്ണുകൾ അടച്ചിരുന്നു. എങ്ങോട്ടൊന്നില്ലാതെ ശ്രീ മുന്നിൽ കണ്ട വഴിയിലൂടെ നടന്നു. ചുറ്റും മൂടപ്പെട്ട് ഇരുട്ടും ഇടയ്ക്ക് കേൾക്കുന്ന കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളും അവളിൽ ഭയം ഇരട്ടിയാക്കി. പെട്ടെന്നെന്തോ ഓർത്ത പോലെ ശിവ പാനിൻ്റെ പോക്കറ്റിൽ നിന്ന് നനഞ്ഞ ഫോൺ എടുത്ത് തുടച്ച് റെഡിയാക്കി ഓൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം ഫോൺ ഓണായതും ശിവക്ക് ഒത്തിരി ആശ്വാസം തോന്നി. പെട്ടെന്ന് തന്നെ അവൻ ശരത്തിൻ്റെ നമ്പർ ഡയൽ ചെയ്തുവെങ്കിലും അതൊരു കാട്ടുപ്രദേശമായതുകൊണ്ട് തന്നെ റേഞ്ച് ഇല്ലായിരുന്നു. ഓ ഷിറ്റ്! ശിവ കോള് പോകാത്തത് കണ്ടതും ഫോണ് വലിച്ചെറിഞ്ഞു. മുടിയിൽ വിലുകൾ കോർത്ത് ശക്തിയിൽ വലിച്ച് കണ്ണുകളടച്ച് ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതിരുന്നു. തൻ്റെ അടുത്തൊരു കാൽപെരുമാറ്റം കേട്ടതും ശിവ പതിയെ മിഴികൾ ഉയർത്തി നോക്കിയതും കണ്ടു പേടിയോടെ അവന് മുന്നിൽ വിരലും കടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീയെ. എന്താടി, നീ പോയില്ലേ? ഇല്ല. അവൾ ഇളിച്ച് കാട്ടി. ശിവ എറിഞ്ഞ ഫോണും എടുത്ത് അവൻ്റെ അടുത്ത് വന്നിരുന്നു. പോകാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നിൽക്കിട്ട് പേടിയാ. അന്ന് നാട് വിടാൻ ഇറങ്ങിയപ്പോൾ ഈ പേടിയൊന്നും കണ്ടില്ലായിരുന്നല്ലോ. ഈ പേടി ഇപ്പൊ പൊട്ടി മുളച്ചതാണോ? ആ, അന്ന് പിന്നെ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ശ്രീ മുടിയിലെ വെള്ളം കുടഞ്ഞുകൊണ്ട് പറഞ്ഞതും ആ വെള്ളം ശിവന്റെ മുഖത്തേക്ക് തെറിച്ചു. അപ്പോഴാണ് അവൻ സ്ത്രീയെ ശ്രദ്ധിച്ചത്. ഡ്രസ്സെല്ലാം നനഞ്ഞ് ശരീരത്തോട് ഒട്ടി നിൽക്കുന്നുണ്ട്. നെറ്റ് ടൈപ്പ് ചുരിദാറായതുകൊണ്ട് തന്നെ അത് പലയിടങ്ങളിലും ചെറിയ രീതിയിൽ കീറിയിട്ടുമുണ്ട്. എന്നാ ഇതിട്ടോ. ശിവ അവൻ ധരിച്ചു വെച്ചത് വൈറ്റ് ഷർട്ട് ഊരി നനഞ്ഞൊട്ടി കോഴിയെ പോലെ ഇരിക്കുന്ന സ്ത്രീയെ നോക്കാതെ ഷർട്ട് നീട്ടിക്കൊണ്ട് പറഞ്ഞു. സ്ത്രീ ആദ്യം വാങ്ങാനൊന്നും മടിച്ചെങ്കിലും പിന്നെ തൻ്റെ കോലും മൂത്ത് അത് വാങ്ങിയിട്ടു. ആ സ്ത്രീ എരിവ് വലിക്കുന്ന ശബ്ദം കേട്ടതും ശിവൻ അവളെ നിന്ന് നോക്കിയതും കണ്ടു കൈമുട്ടിലേക്ക് ഊതുന്ന സ്ത്രീയെ. എന്തു പറ്റി? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. അത് പിന്നെ വീണപ്പോൾ കൈമുട്ടി ചെറുതായിരുന്നു മുറിഞ്ഞിരുന്നു. ഇപ്പൊ ഷർട്ടിട്ടപ്പോൾ മുറിവിൽ കൊണ്ടു. സ്ത്രീ പറഞ്ഞതും ശിവ അവളുടെ കയ്യിലേക്ക് പിടിച്ച് മുറിവിലേക്ക് ഉറ്റുനോക്കി പതിയെ തൊലി പോയെടുത്ത് തോട്ടു. ആ എന്തൊരു കാലമാടാ, എന്നെ കൊല്ലുവോ? പിന്നെ എങ്ങനെയാണല്ലോ ഒരാളെ കൊല്ലുന്നത്? താൻ പോടാ മാരപ്പെട്ടി. സ്ത്രീ പറഞ്ഞത് കേട്ടതും ശിവ അവളെ തറപ്പിച്ച് നോക്കിയതും സ്ത്രീ പിന്നെ ഒന്നും മിണ്ടാതെ അടങ്ങിയിരുന്നു. ഇരുട്ട് കൂടി വരുംതോറും അവളിൽ ഭയം നിറഞ്ഞു. ഇടയ്ക്ക് കേൾക്കുന്ന പല ശബ്ദങ്ങളും അവളിൽ പേടി കൂട്ടിയെങ്കിലും സ്ത്രീ ശിവയുള്ള ധൈര്യത്തിൽ അവൻ്റെ അടുത്തൊരു കൈയകലെ ദൂരത്തിരുന്നു. അതെ, നമ്മളിനി എങ്ങനെ തിരിച്ചു പോവുക? ശിവ ദേഷ്യത്തിൽ അവളെ നോക്കി. താനെന്ത് എന്നെ നോക്കി പേടിപ്പിക്കുന്നേ?
ഞാൻ എന്നാ തിരിച്ചു പോകാന്നല്ല ചോദിച്ച്, അല്ലാതെ ഇവിടെ സ്ഥിരതാമസമാക്കാന്നല്ലോ. മിണ്ടരുത് നീ, ഇതിനെല്ലാം കാരണം നീയാ. ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? ശ്രീ ഒന്നും അറിയാത്തവളെ പോലെ നിഷ്കളങ്കമായി ചോദിച്ചു. നീ ഒന്നും ചെയ്തില്ലടി, ഞാനാണല്ലോ എല്ലാം ചെയ്തേ. അവളുടെ ഒടുക്കമരത്തൊരു ഓട്ടവും മറ്റടുത്ത ഡയലോഗും ഒക്കെ കൂടി ഇപ്പം ഇങ്ങനെ ഇരിക്കാനായല്ലോ. എന്ത് ചെയ്യാനാ, പറയാവുന്ന പോട്ടത്തിലെല്ലാം പറയും, ചെയ്യുന്ന കുരുത്തക്കേട് മൊത്തം ചെയ്യും, പറ്റാവുന്ന അബദ്ധങ്ങളൊക്കെ പറ്റും, വീഴാവുന്ന കുഴിയിലൊക്കെ ചെന്ന് വീഴും ചെയ്യും, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പണിയും നോക്കി വാങ്ങും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒറ്റ തോന്നല, ഒന്നും വേണ്ടായിരുന്നെന്ന്. എന്താവൂലെ ഞാനിങ്ങനെ? നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ വളർത്തി വലുതാക്കി നിന്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതി. ദോ താനെന്താ എൻ്റെ വീട്ടുകാരെ പറയുന്നേ? ഇവിടെ കുടുങ്ങിപ്പോയതിന് ദേഷ്യം എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് തീർക്കണ്ട. ഞാൻ പറഞ്ഞു തന്നോട് എൻ്റെ കൂടെ പോരാൻ. എല്ലാം നിങ്ങൾ ലോപിച്ചു വെച്ച് എന്നിട്ട് എൻ്റെ വീട്ടുകാരെ പറയുന്നു. ആടി, ഇനിയെല്ലാം എൻ്റെ മേലേക്ക് കിട്ടോ. എല്ലാം ഞാനാണല്ലോ ചെയ്തേ. നീ വെള്ളത്തിൽ ഇവിടെ പോലിച്ച് പോയിക്കോട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു. ഇതാ പറയുന്നേ, ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു തന്നോട് എന്നെ വന്ന് രക്ഷിക്കാൻ ഇല്ലല്ലോ. മിണ്ടാതിരിക്കടി, ആലലയോട് ഭ്രാന്തെടുത്തിരിക്കാം. ഉത്തരം പെടുമ്പോൾ കൊഞ്ഞലം കുത്തുന്നു. ഇനിയും ശ്രീ നീ മിണ്ടാതിരുന്നില്ലെങ്കിലേ ഉറപ്പായി നിന്റെ അടുത്ത് ഞാൻ ആ പുഴയിലേക്ക് എറിയും. ദേവി വട്ട് ചെക്കന, മിണ്ടാതിരിക്കാം. ഇല്ലേ ചിലപ്പോൾ പറഞ്ഞ പോലെ ചെയ്യും. ഇനിയും വെള്ളം കൊടുക്കാൻ എനിക്ക് വയ്യ. ശ്രീ മനസ്സിൽ പെറുപെറുത്ത് തിരിഞ്ഞിരുന്നു. അവളുടെ കയ്യിലുള്ള അവൻ്റെ ഫോൺ ഓൺ ചെയ്തതും ലോക്ക് കണ്ടത് നിരാശയോടെ അവൾ ധരിച്ചിരുന്ന അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. പെട്ടെന്നൊരു ഇടിവെട്ടിയതും ശ്രീ അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മഴ വരാനുള്ള ലക്ഷണം കണ്ടതും ശിവ അവളുടെ കൈയെടുത്ത് മാറ്റി എഴുന്നേറ്റതും ശ്രീ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എണീറ്റ് വാ, ശിവ ശ്രീയെ നോക്കാതെ പറഞ്ഞു. എവിടേക്കാ? വരുന്നുണ്ടെങ്കിൽ കൂടെ പോരും, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോവാ. വേണ്ട, ഞാനുണ്ട്. ശ്രീ വേഗം തന്നെ എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെയും ആ കാട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി അവൻ ശ്രീയുടെ കൈയും പിടിച്ച് അവിടുന്ന് മുന്നിൽ കാണുന്ന വഴിയിലൂടെ ചെറുതായുള്ള നിലാവടത്തിൽ നടന്നു. മുന്നോട്ട് പോകും തോറും അവൻ്റെ കയ്യിലുള്ള ശ്രീയുടെ പിടുത്തം മുറുകിക്കൊണ്ടേയിരുന്നു. എങ്കിലും അവനതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു. അതെ, നിക്ക്, നിനക്ക് വയ്യ ഇനി നടക്കാൻ. കുറച്ചു ദൂരം നടന്നതും ശ്രീ അവൻ്റെ കയ്യിലെ പിടിവിട്ട് ഊരക്ക് താങ്ങ് കൊടുത്ത് തളർച്ചയോടെ പറഞ്ഞു. അത് പറഞ്ഞാൽ എങ്ങനെയാ? വേഗം നടക്കാൻ നോക്ക്. ഇവിടെ അതൊക്കെ നിൽക്കുന്നത് സേഫല്ല. എങ്ങനെയും ഒരു മനുഷ്യ കുഞ്ഞിനെ കണ്ടെത്തിയേ പറ്റൂ. അത് എനിക്കും അറിയാം, പക്ഷെ എന്നെ കൊണ്ട് വയ്യ ഇനി ഒരു അടി വെക്കാൻ. വായനുള്ളിൽ എന്തൊക്കെയൊരു അസ്വസ്ഥത. നീ വരാൻ നോക്ക് ശ്രീ, ടൈമില്ല. കൂടുതൽ രാത്രിയായ ചിലപ്പോൾ പല മൃഗങ്ങൾ ഇറങ്ങും. നീക്ക്. അവൾ ബാക്കി പറയും മുമ്പ് എവിടെ വൊമിറ്റ് ചെയ്തിരുന്നു. വയറ്റിലുള്ളത് മുഴുവൻ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞതും അവൾ തളർച്ചയോടെ അവനെ ചാരി നിന്നു. ഹൗ ഡു യു ഫീൽ നൗ? ശിവപതി അവളുടെ പുറം തടവി കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഐ വിൽ നോട്ട് ബെറ്റർ. ശ്രീ തളർച്ചയോടെ പറഞ്ഞതും അവൻ അവളവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ചെറുതായി മഴ ചാറാൻ തുടങ്ങിയതും അവൻ അവളെയും എടുത്ത് കുറച്ച് മാറിയുള്ള ഒരു വലിയ മരത്തിൻ്റെ കീഴിൽ പോയി നിന്നു. അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ ആ മരത്തിൽ ചാരി വെച്ച മുള കൊണ്ടുണ്ടാക്കി വെച്ച ഏണി ശ്രദ്ധയിൽപ്പെടുത്ത്. സംശയത്തോടെ അവൻ മുകളിലേക്ക് നോക്കിയതും മുള കൊണ്ട് തന്നെ നിർമ്മിച്ച ഒരു കുഞ്ഞു ഏറുമാടം കണ്ടതും അവനൊരു ആശ്വാസത്തോടെ സ്ത്രീയെ നോക്കി. ഡേയ്, ഇതിൽ പിടിച്ച് മുകളിലോട്ട് കയറി. അവൻ്റെ ബനിയനിൽ അള്ളിപ്പിടിച്ച് കണ്ണുകളടച്ച് അവനോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീയെ പതിയെ തട്ടി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മഴ കൂടും മുമ്പ് ഇതിൽ പിടിച്ച് മുകളിലോട്ട് കയറിയെന്ന്. ശിവൻ പറഞ്ഞതനുസരിച്ച് അവൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ മുകളിൽ കയറി. അതെ, നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടേക്ക് ആരെങ്കിലും വരാതിരിക്കില്ല. കണ്ടോ ഇവിടെ വിളക്ക് കത്തിച്ച് വെച്ചത്? ശ്രീ മങ്ങിയ രീതിയിൽ കത്തുന്നൊരു കുഞ്ഞു റാന്തൽ വിളക്ക് കണ്ട് കണ്ണുപിടുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നിന്റെ തലയിൽ ആൾതാമസമൊക്കെ ഉണ്ടല്ലേ? കയ്യിലെ പൊടി തട്ടി നിലത്തിരുന്നു കൊണ്ട് ശിവൻ പറഞ്ഞതും ശ്രീ അവനെ കൂർപ്പിച്ച് നോക്കി ഒരു മൂലയിൽ പോയിരുന്നു. അതെ, ഈ കാട്ടിൽ പുലി ഉണ്ടാകുമോ? അവൾ ചുറ്റും ഇരുട്ടി തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് പേടിയോടെ ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ ഈ കാട്ടിലൊന്നും അല്ലായിരുന്നു. ഇനി അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ തിന്നില്ലേ? അതിനിപ്പോൾ നമ്മൾ പുലിയുടെ മുന്നിലൊന്നും അല്ലല്ലോ. പിന്നെ പുലി ഇങ്ങോട്ട് കയറി വന്ന് നിന്നെ തിന്നത്തൊന്നുമില്ല. ആര് പറഞ്ഞു? നിങ്ങൾ കാർട്ടൂൺ ഡിസ്കവറി ചാനലൊന്നും കാണാറില്ലേ? അതിലുള്ളത് പോലെ ഒന്നും സംഭവിക്കില്ല. എന്നാലും ഇങ്ങോട്ട് കയറി വന്ന് ആരും നിന്നെ തിന്നില്ല. ആ കാറ്റിൽ ഉറപ്പ് ഞാൻ തരാം, പോരെ? ശ്രീ മൂളിയതും അവൻ ഒന്നുകൂടെ അവളെ നോക്കി പുറത്തെ ഇരുട്ടിലേക്ക് മിഴികൾ നീട്ടി. അരണ്ട വെളിച്ചത്തിൽ കാണുന്നവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി. ആ കാപ്പിക്കണ്ണുകൾക്ക് വല്ലാത്ത ആകർഷണമുള്ളതുപോലെ തോന്നി ശ്രീക്ക്. അവൾ ധരിച്ചിരിക്കുന്ന അവൻ്റെ ഷർട്ടിലേക്ക് നോക്കിയതും ചുണ്ടിലൊരു ഇളം പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ ഷർട്ടിൽ നിന്ന് തന്നിലേക്ക് തുളച്ചു കയറുന്നവൻ്റെ ഗന്ധം ആസ്വദിച്ച് അവൾ കണ്ണുകളടച്ച് മുട്ടുകാലിലേക്ക് മുഖം പൊഴുത്തിയിരുന്നു.
മഴയുടെ ശക്തി കൂടുന്നതിനനുസരിച്ച് അവൾക്ക് തണുപ്പ് അസഹനീയമായി തോന്നിയതും അവനോട് കൂടുതൽ ചേർന്നിരുന്ന് കൈകൾ കൂട്ടിത്തിരുമ്പ് കൂട്ടിപ്പിടിച്ചു. വലിയൊരു ശബ്ദത്തിൽ ഇടിവെട്ടിയതും സ്ത്രീ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം പോറ്റി. പെട്ടെന്ന് അവളിൽ നിന്നുമുണ്ടായ പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടിപ്പോയി. നീ എന്തേ കാണിച്ചേ? മാറിയിരിക്ക്. ഇല്ല, എനിക്ക് പേടിയാ, ഞാൻ മാറൂല. വെതുമ്പിക്കൊണ്ടവൾ പറഞ്ഞതും അവൻ പിന്നെ ഒന്നും പറയാതിരുന്നു. പതിയിടയ്ക്കെപ്പോഴും അവൻ്റെ കൈകളും അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ അവൾ തളർച്ചയോടെ പതിയെ കണ്ണുകളടച്ചു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ ആകാശത്തെ കാർമേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന അവൻ്റെ മധുരയുടെ മുഖമുള്ള നക്ഷത്രത്തെ തേടുകയായിരുന്നു.